പറവൂരിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ വാങ്ങിയ ബോട്ടുകൾ കട്ടപ്പുറത്ത് 14 ബോട്ടുകളിൽ 2 വലിയ ബോട്ടും 2 ചെറിയ വാട്ടർ ടാക്സിയും മാത്രമാണ് ഉപയോഗത്തിലുള്ളത്. കായൽ സവാരിക്കായി എത്തുന്നവർക്ക് കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ. ആമ്പലൂരിൽ ക്രിമിനൽ കേസ് പ്രതി നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തി. തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരെ പുതുക്കാട് പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. അളഗപ്പനഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പറവൂരിൽ മുസ്ലിസ് പൈതൃക പദ്ധതിയിൽ വാങ്ങിയ ബോട്ടുകൾ കട്ടപ്പുറത്ത്. 14 ബോട്ടുകളിൽ 2 വലിയ ബോട്ടും 2 ചെറിയ വാട്ടർ ടാക്സിയും മാത്രമാണ് ഉപയോഗത്തിലുള്ളത്. കായൽ സവാരിക്കായി എത്തുന്നവർ കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ. പറവൂരിലെ തട്ടുകടവിൽ മുസ്ലിസ് പദ്ധതിയിൽപ്പെടുത്തി ആരംഭിച്ച ബോട്ടുകളാണ് അനധികൃതരുടെ അനാസ്ഥ മൂലം തുരുമ്പെടുത്ത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള 6 ബോട്ടുകൾ കാലാവധി തീർന്നവയും 4 എഞ്ചിൻ തകരാറിലുമാണ്. മുസ്ലിസ് പൈതൃക മ്യൂസിയങ്ങൾ ബന്ധിപ്പിച്ചാണ് പദ്ധതി ആരംഭിച്ചത്. ആരംഭഘട്ടത്തിൽ തന്നെ മറ്റു വകുപ്പുകളിൽ ഉപയോഗിച്ച പഴകിയ 6 ബോട്ടുകളാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. 10 വർഷ കാലാവധി പൂർത്തിയായതിനാൽ ഈ ബോട്ടുകൾ ഉപയോഗിക്കരുതെന്ന് ബോട്ട് പരിശോധന നടത്തി മാരിടൈം ബോർഡ് നിർദ്ദേശിച്ചിരുന്നതാണ്. കാലാവധി കഴിഞ്ഞ ബോട്ടുകൾ മുസ്ലിസ് ഫെറിക്കടവിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. 2 ബോട്ടുകളുടെ എഞ്ചിൻ മാറ്റി സ്ഥാപിക്കാൻ സർക്കാർ 38 ലക്ഷം രൂപ അടുത്തിടെ അനുവദിച്ചു. എഞ്ചിൻ തകരാറിലായ ബോട്ടുകളും നിലവിൽ ഉപയോഗിക്കാൻ കഴിയുന്ന 4 ബോട്ടുകളും കോട്ടപ്പുറം വാട്ടർ ഫ്രണ്ട് ബോട്ട് ജെട്ടിയിലുണ്ട്. ചേതമംഗലം, ഗോതുരുത്ത്, പള്ളിപ്പുറം, അഴീക്കോട് ബോട്ട് ജെട്ടികൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ സർവീസ് നടത്തുന്നത്. തട്ടുകടവും കോട്ടപ്പുറവുമാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകൾ. നാഷണൽ ഹൈവേക്ക് വേണ്ടി പണിയുന്ന പുതിയ പറവൂർ പാലത്തിൽ ഉയരം കുറവായതിനാൽ തട്ടുകടവിലേക്ക് ബോട്ട് കൊണ്ടുവരാൻ പറ്റാത്തതിനാൽ ഭൂരിഭാഗം സഞ്ചാരികളും കോട്ടപ്പുറത്ത് നിന്നാണ് ഇപ്പോൾ ബോട്ട് കയറുന്നത്. തട്ടുകടവിന് കിഴക്ക് ഭാഗത്തുള്ള കൊറ്റിച്ചിറ പാലത്തിന്റെ അടിഭാഗം താഴ്ന്നു നിൽക്കുന്നതിനാൽ പെരിയാറിലേക്കും ബോട്ടുകൾ കൊണ്ടുപോകാൻ പറ്റാത്ത സ്ഥിതിയാണുള്ളത്. തട്ടുകടവ് മുസ്ലിസ് പദ്ധതി പ്രദേശം നഗരസഭ 3-ാം വാർഡിലാണ്. നിത്യേന 100 കണക്കിന് സഞ്ചാരികൾ കായൽ സവാരിക്കായി എത്തിയിരുന്ന തട്ടുകടവ് മുസ്ലിസ് പദ്ധതി പ്രദേശത്താണ് നഗരസഭയുടെ അനാസ്ഥയെന്ന് നഗരസഭാ കൗൺസിലർ MK ബാനർജി മീഡിയ ടൈമിനോട് പറഞ്ഞു. മീഡിയ ടൈം, പറവൂർ. ആമ്പല്ലൂരിൽ ക്രിമിനൽ കേസ് പ്രതി നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തി. തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരെ പുതുക്കാട് പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. അപകടത്തിൽ പരിക്കേറ്റ ക്രിമിനൽ കേസ് പ്രതി ആരോഗ്യ പ്രവർത്തകനെയും നാട്ടുകാരെയും കത്തിമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി ദേശീയപാത ആമ്പല്ലൂർ സിഗ്നലിലായിരുന്നു സംഭവം. തിരുവനന്തപുരം സ്വദേശിയായ പ്രതിയെ പുതുക്കാട് പോലീസ് പിടികൂടി. 20ഓളം കേസുകളിൽ പ്രതിയായ തിരുവനന്തപുരം സ്വദേശി ഷിബു എസ് നായരാണ് പിടിയിലായത്. ഷിബുവിന്റെ ബൈക്ക് ആമ്പല്ലൂർ സിഗ്നലിൽ നിർത്തിയിട്ട കാറിന് പുറകിൽ ഇടിച്ചതോടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം. പരിക്കേറ്റ ഷിബുവിനെ കൂടി നിന്നവർ ആംബുലൻസിൽ കയറ്റി അയച്ചു. എന്നാൽ മിനിറ്റുകൾക്ക് ശേഷം അതേ ആംബുലൻസിൽ ഇയാൾ സംഭവസ്ഥലത്തെത്തി. നഴ്സിന്റെ കഴുത്തിൽ കത്തിവെച്ചാണ് ഇയാൾ ആംബുലൻസ് തിരികെ എത്തിച്ചതെന്ന് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞതോടെ നാട്ടുകാർ ഇടപെട്ടു. ഇതോടെ ഊരിപ്പിടിച്ച കത്തിയുമായി പ്രതി നാട്ടുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. സഞ്ചരിച്ച ബൈക്കിന്റെ താക്കോലും പ്രതി കൈക്കലാക്കി. സംഭവം അറിഞ്ഞെത്തിയ പുതുക്കാട് പോലീസ് അക്രമാസക്തനായ യുവാവിനെ പിടികൂടുകയായിരുന്നു. പരിക്കേറ്റ ഇയാൾക്ക് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. ഇയാൾക്കെതിരെ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. മീഡിയ ടൈം, പുതുക്കാട്. അളഗപ്പനഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. കാവല്ലൂർ കവിതാ സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച കവിതാ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സജീവമായി നടന്നുവരികയാണ്. കർഷകരായ മോഹനൻ കോവാത്ത, രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ജിഷ്മ രഞ്ജിത്ത്, PS പ്രീജു എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിസ്ഥലത്ത് ഡീസൽ ഒഴിച്ച് കാട്ടുപന്നിയെ കുഴിച്ചുമൂടി. കഴിഞ്ഞ മാസവും പ്രദേശത്തിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ച് കൊന്നിരുന്നു. വരും ദിവസങ്ങളിൽ കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ കർഷകരുടെ സഹായത്തോടെ ക്യാമ്പ് ചെയ്ത് നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കർഷക സമിതി കൺവീനർ PR ഡേവിസ് അറിയിച്ചു. മീഡിയ ടൈം, പുതുക്കാട്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തീവ്ര മഴ കണക്കിലെടുത്ത് വിവിധ ജില്ലകളിൽ യെല്ലോ, ഓറഞ്ച് അലർട്ടുകൾ പ്രഖ്യാപിച്ചു. ബുധനാഴ്ച വരെ മഴ തുടരുമെന്നാണ് മുന്നറിയിപ്പ്.
ശനിയാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഞായറാഴ്ച പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും വയനാട്, കോഴിക്കോട്, ഇടുക്കി ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തിങ്കളാഴ്ച പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കോട്ടയം, എറണാകുളം, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. ചൊവ്വാഴ്ച പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ശക്തമായ മഴ കണക്കിലെടുത്ത് യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. വയനാടിനെ നെഞ്ചോട് ചേർത്ത് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ നൽകി. 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. വയനാട്ടിലെ മേപ്പാടി, മുണ്ടക്കൈ, ചൂരൽമല പ്രദേശത്തെ ഉരുൾപൊട്ടൽ മൂലമുണ്ടായ നാശനഷ്ടങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും പുനരധിവാസ പ്രവർത്തനങ്ങൾക്കുമായി വയനാട് ജനതയെ നെഞ്ചോട് ചേർത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 25 ലക്ഷം രൂപ നൽകി. എറണാകുളത്ത് ചേർന്ന COA സംസ്ഥാന കമ്മിറ്റി യോഗ തീരുമാനപ്രകാരം ആദ്യ ഗഡു 25 ലക്ഷം രൂപ COA സംരംഭമായ KCCL വിഹിതം മുഖ്യമന്ത്രിക്ക് കൈമാറി. ബാക്കി 75 ലക്ഷം രൂപ ഓപ്പറേറ്റർമാരുടെ കൂടി സഹകരണത്തോടെ വയനാട്ടിൽ സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ നിർമ്മാണ പദ്ധതിയിലേക്ക് നൽകും. യോഗത്തിൽ COA പ്രസിഡന്റ് പ്രവീൺ മോഹൻ അധ്യക്ഷത വഹിച്ചു. നേരത്തെ ദുരന്തബാധിത പ്രദേശങ്ങളിൽ ഓടിയെത്തി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ള കേരള വിഷൻ പ്രവർത്തകർ അവിടെ സൗജന്യ ഇന്റർനെറ്റ് സേവനവും ഏർപ്പെടുത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം. ഇനി നാട്ടിൽ നടന്നത്. കണ്ടെയ്നർ ലോറി തട്ടി ദേശീയപാതയിലേക്ക് ചെരിഞ്ഞ് അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചു നീക്കി. ചന്ദ്രാപിനി സെന്ററിന് തെക്ക് ഭാഗത്ത് നിന്നിരുന്ന അക്വേഷ്യ മരമാണ് മുറിച്ചു നീക്കിയത്. ഇന്നലെ രാത്രിയിലാണ് കണ്ടെയ്നർ ലോറി തട്ടി മരം റോഡിലേക്ക് ചെരിഞ്ഞത്. തുടർന്ന് നാട്ടുകാർ പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബുവിനെ വിവരം അറിയിക്കുകയായിരുന്നു. അപകടാവസ്ഥയിൽ നിന്നിരുന്ന മരം മുറിച്ചു നീക്കാൻ രാത്രിയായതിനാൽ ആരും തയ്യാറായില്ല. ET ടൈസൺ MLAയുടെ നിർദ്ദേശപ്രകാരം എറിയാട് ഹാർമണി റെസ്ക്യൂ ടീം എത്തിയാണ് മരം അർദ്ധരാത്രിയോടെ മുറിച്ചു നീക്കിയത്. ഫയർഫോഴ്സ്, KSEB ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. പറവൂർ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷങ്ങൾ സമുചിതമായി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12-ന് ആലുവ അദ്വൈതാശ്രമത്തിൽ നിന്നും ദീപശിഖ പ്രയാണം ആരംഭിക്കും. വൈകിട്ട് 5-ന് ചേന്നമംഗലം കവലയിലുള്ള യൂണിയൻ ഓഫീസിലെത്തും. ദിവ്യജ്യോതി സ്വീകരണ സമ്മേളനം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. വെള്ളാപ്പള്ളി ഭവന പദ്ധതി വീടുകൾ ലഭിച്ചവർക്കുള്ള ആധാരങ്ങൾ നഗരസഭാ വൈസ് ചെയർമാൻ MJ രാജുവിന് കൈമാറും. 20-ന് വൈകിട്ട് 3-ന് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്രയിൽ 15,000 പേർ പങ്കെടുക്കും. തുടർന്ന് നടക്കുന്ന സമാപന സമ്മേളനം മന്ത്രി P രാജീവ് ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ മുഖ്യാതിഥിയാകും. യൂണിയൻ ചെയർമാൻ CN രാധാകൃഷ്ണൻ, കൺവീനർ ഷൈജു മനക്കപ്പടി, PS ജയരാജ്, MP ബിനു, D ബാബു, D പ്രസന്നകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ അക്കാദമിക് കൗൺസിലിന്റെ ആഭിമുഖ്യത്തിൽ കൊടുങ്ങല്ലൂർ ഉപജില്ലാതല സ്വദേശ് മെഗാ ക്വിസ് മത്സരം നടന്നു. വിദ്യാർത്ഥികളിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അവബോധം വളർത്തുന്നതിന്റെ ഭാഗമായാണ് സ്വദേശ് ക്വിസ് മത്സരം സംഘടിപ്പിക്കുന്നത്. എറിയാട് ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PK മുഹമ്മദ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. KPSTA ഉപജില്ലാ വൈസ് പ്രസിഡന്റ് ജോജി ജോസഫ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം CJ ദാമു, VS സൂരജ്, ജിൽസൺ, മുംതാസ് KM, ജോൺ ജോസഫ്, PR സൈജു, ഹസീന, അൽഫിനിയ എന്നിവർ പ്രസംഗിച്ചു. LP വിഭാഗത്തിൽ നിന്നും ശ്രീനയ ശ്രീരാജ്, പവൻ കൃഷ്ണ, UP വിഭാഗത്തിൽ നിന്നും ഋതിക് C റമോൺ, PGHS വിഭാഗത്തിൽ നിന്നും ജിഷ്ണു U, ലക്ഷ്മി ഷെറിൻ, PHSS വിഭാഗത്തിൽ നിന്നും ഹരികൃഷ്ണൻ, സമിൽ സുരേഷ് എന്നീ കുട്ടികൾ 1-2 സ്ഥാനങ്ങൾ നേടി ജില്ലാ മത്സരത്തിന് അർഹരായി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ശ്രീജി ടീച്ചറും കുട്ടികളും തുക കൈമാറി. ചാലക്കുടി ഹൗസിംഗ് ബോർഡ് കോളനിയിൽ പ്രവർത്തിക്കുന്ന കലാതർപ്പണ നൃത്തവിദ്യാലയത്തിലെ അധ്യാപിക ശ്രീജി വിജീഷും വിദ്യാർത്ഥികളും സ്വരൂപിച്ച തുകയാണ് കൈമാറിയത്. ഡെപ്യൂട്ടി തഹസിൽദാർ KD രാജൻ വിദ്യാർത്ഥികളിൽ നിന്നും തുക ഏറ്റുവാങ്ങി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, വില്ലേജ് ഓഫീസർ KG പ്രദീപ് എന്നിവരും സന്നിഹിതരായിരുന്നു. ചാലക്കുടിയിലെ ഫ്ലൈ ഓവറുകളുടെ അടിഭാഗം സൗന്ദര്യവൽക്കരിക്കുന്നു. നഗരസഭാ ചെയർമാൻ വിളിച്ചു ചേർത്ത പ്രത്യേക യോഗത്തിലാണ് തീരുമാനം. സൗത്ത് ജംഗ്ഷൻ, കോടതി ജംഗ്ഷൻ, പോട്ട എന്നിവിടങ്ങളിലെ ഫ്ലൈ ഓവറുകൾക്കടിയിലാണ് ആധുനിക തരത്തിൽ സൗന്ദര്യവൽക്കരിക്കുന്നത്. സൗത്ത് ജംഗ്ഷനിൽ ഓപ്പൺ ജിം, ഓപ്പൺ സ്റ്റേജ് എന്നിവ സജ്ജീകരിക്കാൻ നിർദ്ദേശമുയർന്നു. പില്ലറുകളും അടിഭാഗവും ടൈൽ വിരിച്ചു നവീകരിക്കും.
ലൈറ്റുകളും കുടിവെള്ള സൗകര്യവും ഒരുക്കും. സന്നദ്ധ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും സഹകരണത്തോടെയാണ് നവീകരണം. യോഗത്തിൽ നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷനായി. ബെന്നി ബെഹനാൻ MP, NHAI പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ നേതാക്കൾ, വിവിധ ക്ലബ്ബ് ഭാരവാഹികൾ, ജനപ്രതിനിധികൾ എന്നിവർ സംബന്ധിച്ചു. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രവർത്തകർ വയനാട്ടിലെ നെന്മേനി പഞ്ചായത്തിലെ ചുള്ളിയോട് കോളി മൂല ഊരിൽ സന്ദർശിച്ച് ഭക്ഷ്യസാധനങ്ങൾ വിതരണം ചെയ്തു. വയലും നാടും കാടും ചേരുന്ന അപൂർവം പ്രദേശമൊന്നായ വയനാട്ടിലെ നെന്മേനി ഗ്രാമപഞ്ചായത്തിലാണ് കോളിമുല ഊര്. ഉരുൾപൊട്ടൽ ദുരന്ത സ്ഥലത്ത് നിന്ന് കുറച്ചു മാറിയാണ് കോളിമുല ഊരെങ്കിലും ദുരിതത്തിന്റെ ദുരിത പർവ്വതത്തിലാണ് ഊരിലെ 56 കുടുംബങ്ങൾ കഴിഞ്ഞുകൂടുന്നത്. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും കളക്ടറേറ്റിലേക്കും മറ്റും വന്ന് നിറയുമ്പോഴും ആദിവാസി ഊരുകളിൽ ഉള്ളവർക്ക് ഇതെല്ലാം അന്യമാവുകയാണ്. ഈ തിരിച്ചറിവിന്റെ വെളിച്ചത്തിലാണ് HSMHR എറണാകുളം തൃശൂർ പ്രവർത്തകർ ആദിവാസി ഊരിൽ സന്ദർശനം നടത്തിയത്. സംഘടനാ ചെയർമാൻ ES ഹാരിസ് അധ്യക്ഷനായി. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുഴൂർ യൂണിറ്റ് സ്പെഷ്യൽ കൺവെൻഷൻ നടന്നു. KSPU ജില്ലാ കമ്മിറ്റി അംഗം K അനീഫ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് E I ജോയ് അധ്യക്ഷത വഹിച്ചു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ മരണമടഞ്ഞവർക്ക് യോഗം അനുശോചനം രേഖപ്പെടുത്തി. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന വിദ്യാർത്ഥികളുടെ സാമ്പത്തിക സഹായ വിതരണം ബ്ലോക്ക് പ്രസിഡന്റ് PP പുഷ്പാങ്കരൻ നിർവഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി PS സേതുമാധവൻ പുതിയ അംഗങ്ങൾക്ക് സ്വീകരണം നൽകി. KS മുരളീധരൻ, AF അഫ്രോം, AK സലീന, TK സുരേന്ദ്രൻ, PA ദേവസ്യക്കുട്ടി, MR ഗോപൻ, TN നാരായണപിള്ള എന്നിവർ സംസാരിച്ചു. വയനാടിന്റെ അതിജീവനത്തിനായി കയ്പമംഗലം കാളമുറിയിൽ ഫിഷ് ചലഞ്ചുമായി DYFIയുടെ വേറിട്ട ധനസമാഹരണം. വയനാട് ദുരന്ത ബാധിതർക്ക് DYFI സംസ്ഥാന കമ്മിറ്റി നിർമ്മിച്ചു നൽകുന്ന 25 വീടിനാവശ്യമായി ഫണ്ട് കണ്ടെത്തുന്നതിനായാണ് കയ്പമംഗലം ഈസ്റ്റ് മേഖല കമ്മിറ്റി മത്സ്യ ചലഞ്ച് സംഘടിപ്പിച്ചത്. കയ്പമംഗലത്തെ മത്സ്യ മൊത്ത വിതരണ കമ്പനികൾ സൗജന്യമായി നൽകിയ മത്സ്യങ്ങളാണ് കാളമുറിയിൽ വിൽപ്പനയ്ക്ക് വെച്ചത്. CPM കയ്പമംഗലം ലോക്കൽ സെക്രട്ടറി TV സുരേഷ് ഉദ്ഘാടനം ചെയ്തു. DYFI കയ്പമംഗലം ഈസ്റ്റ് മേഖല പ്രസിഡന്റ് KA ഹബീബ് അധ്യക്ഷനായി. നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് TC നിഖിൽ, CPM ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ B ശക്തിധരൻ, IS കാസിം, ബിന്ദുരാജൻ, DYFI കയ്പമംഗലം ഈസ്റ്റ് മേഖല സെക്രട്ടറി KB ഷിബിൻ, മേഖല ട്രഷറർ PK ഫഹദ്, മേഖല ജോയിന്റ് സെക്രട്ടറി VB ബിബിൻ, KP പ്രമോദ്, KJ ജയ്സൺ എന്നിവർ പങ്കെടുത്തു. വൃത്തിഹീനമായ രീതിയിൽ മാളിൽ അനധികൃതമായി പ്രവർത്തിച്ചു വന്ന ഹോട്ടലിന് ആരോഗ്യ വിഭാഗം നോട്ടീസ് നൽകി. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതുവരെ ഹോട്ടൽ അടപ്പിച്ചു. മാള ജൂതശംശാനത്തിനു സമീപം പ്രവർത്തിച്ചു വന്ന അമീറാസ് ഫുഡ് കോർട്ടിലാണ് ആരോഗ്യ വിഭാഗം കഴിഞ്ഞ ദിവസം പരിശോധന നടത്തിയത്. പരിശോധനയിൽ സ്ഥാപനം വൃത്തിഹീനമായ സ്ഥലത്ത് പഴകിയ ഭക്ഷണങ്ങൾ പാചകം ചെയ്യുന്നതായി കണ്ടെത്തി. കൂടാതെ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിട്ടില്ലെന്നും അപകടകരമാകുന്ന രീതിയിൽ ഷീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ച സ്ഥലത്ത് ഗ്യാസ് ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതായും കണ്ടെത്തി. ന്യൂനതകൾ പരിഹരിക്കുന്നതുവരെ ഫുഡ് കോർട്ട് അടച്ചുപൂട്ടാനാണ് നോട്ടീസ് നൽകിയത്. പരിശോധനാ സംഘത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ CK ഷിബു, TV ജിജു എന്നിവരാണ് ഉണ്ടായിരുന്നത്. കയ്പമംഗലം അയിരൂർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും ഇല്ലം നിറയും നടത്തി. ക്ഷേത്രം തന്ത്രി തരനെല്ലൂർ പടിഞ്ഞാറെ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 3 ഗജവീരന്മാർ ആനയൂട്ടിന് അണിനിരന്നു. തുടർന്ന് ഔഷധക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പറവൂരിൽ മുസ്രീസ് പൈതൃക പദ്ധതിയിൽ വാങ്ങിയ ബോട്ടുകൾ കട്ടപ്പുറത്ത്. 14 ബോട്ടുകളിൽ 2 വലിയ ബോട്ടും 2 ചെറിയ വാട്ടർ ടാക്സിയും മാത്രമാണ് ഉപയോഗത്തിലുള്ളത്. കായൽ സവാരിക്കായി എത്തുന്നവർക്ക് കാത്തുനിന്ന് നിരാശയോടെ മടങ്ങുന്ന സ്ഥിതിയാണിപ്പോൾ. ആമ്പലൂരിൽ ക്രിമിനൽ കേസ് പ്രതി നാട്ടുകാരെ കത്തിമുനയിൽ നിർത്തി. തിരുവനന്തപുരം സ്വദേശി ഷിബു S നായരെ പുതുക്കാട് പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. അളഗപ്പനഗർ കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് നാട്ടിലിറങ്ങിയ കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.